ഇപ്പോൾ കെ സുധാകരന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാകുന്നു. കോടികൾ വാങ്ങി ബാർക്ക് റേറ്റിംഗ് അട്ടിമറിക്കുന്ന സംഘത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് കെ സുധാകരൻ എം പി. ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നത്. ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് ബാർക്ക് ഉദ്യോഗസ്ഥന്റെ വാലറ്റിലെത്തിയ കോടികൾ എവിടെ നിന്നെന്ന് കണ്ടെത്തണമെന്നും കെ സുധാകരൻ പറഞ്ഞു. ഈ ബാർക്ക് റേറ്റിംഗ് ഡാറ്റ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങുന്ന ഒരു സംഘത്തിന്റെ വിശദാംശങ്ങളാണ് കേരളത്തിലെ പ്രമുഖ ന്യൂസ് ചാനൽ 24 നവംബർ 27 വ്യാഴാഴ്ച പുറത്തുവിട്ടത്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥ് കേരളത്തിലെ ചാനൽ ഉടമയും നിരന്തരം നടത്തിയ ഫോൺ വിളികളും വാട്സപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും സമാന തട്ടിപ്പുകൾ നടക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് പ്രേംനാഥിൻ്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഒഴുകിയെത്തിയ കോടികൾ. ഇങ്ങനെ പണം വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെൻറ്റിനില്ലേ? അതേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് അന്വേഷിക്കണം. ആ പണം നേരെ ചൊവ്വേ വന്ന പണമല്ല, അതൊരു അഴിമതി പണമാണ്, അതൊരു കള്ളക്കടത്ത് പണമാണ് എന്ന് ഞങ്ങൾ പറയുന്നു. അത് തെളിയിക്കാനുള്ള ഒരു അന്വേഷണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, ലോക്സഭയിലേക്കും ഈ വിഷയം എത്തിയിരിക്കുന്നു. ഇന്ന് കെ സുധാകരനും ഡീൻ കുര്യാക്കോസുമാണ് ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചത്. ജനപ്രതിനിധികൾ കൂടി ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നോക്കിക്കാണുന്നു. ഇതിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ആവശ്യപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ അത്. കെ സുധാകരനുമായും ഡീൻ കുര്യാക്കോസുമായും ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ്? അവരിതിനെ കാണുന്നത് എങ്ങനെയാണ്? ബൽറാം നെടുങ്ങാടി. റീജിത്ത്, ഈ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് സംബന്ധിച്ചുള്ള 24 വാർത്തയിൽ ബാർക്കിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടന്നിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഇടപെടലുണ്ടാവുകയും എന്താണ് ഈ കാര്യത്തിന് പിന്നിൽ നടന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടുകയുമാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സംസ്ഥാന DGPയോട് ഈ FIR-ഉം തുടർന്ന് നടത്തിയ അന്വേഷണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും തേടിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 2 ലോക്സഭാംഗങ്ങൾ പാർലമെന്റിൽ ഇരുന്നത് 5 ചോദ്യങ്ങളാണ്. പ്രധാനമായും ഈ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് സംബന്ധിച്ചുള്ള 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? ഈ ബാർക്ക് ജീവനക്കാരനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ബാർക്കിന്റെ അന്വേഷണം, ഈ വിഷയത്തിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന അന്വേഷണം ഏതു ഘട്ടത്തിൽ എത്തി? പോലീസിൽ നിന്നും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ടോ? കൂടാതെ ഈ ചാനൽ ഉടമയെ സംബന്ധിച്ച് പൂർവ്വകാലത്തും ഇയാൾക്കെതിരെ തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട്. അത് സംബന്ധിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് അറിവുണ്ടോ? ചാനലിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് വിഷയത്തിൽ സംസ്ഥാന DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന കാര്യം കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്ന് ഈ മേഖലയുടെ സുതാര്യത ഉറപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും സൂക്ഷ്മമായി ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്നുമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.